കലയ്ക്കും സാഹിത്യത്തിനുമൊക്കെ വ്യക്തി ജീവിതത്തിൽ എന്താണ് പ്രാധാന്യം അഥവാ പ്രസക്തി അഥവാ സ്വാധീനം? പലരും പലപ്പോഴും പലതവണ ചർച്ച ചെയ്തിട്ടുള്ള, പല വീക്ഷണകോണിൽ നിന്ന് ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യമാണിത്. എങ്കിലും ഇപ്പോഴും അതിന് പ്രസക്തിയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മളൊരു സാഹിത്യ സൃഷ്ടി വായിക്കുമ്പോൾ അഥവാ ഒരു കലാസൃഷ്ടി കാണുമ്പോൾ, ഉദാഹരണം പറഞ്ഞാൽ ഒരു ചലച്ചിത്രം, നല്ലൊരു സിനിമ കാണുമ്പോൾ, നമുക്കിഷ്ടപ്പെട്ടൊരു സിനിമയാണെങ്കിൽ ആ സിനിമ കാണുന്ന അത്രയും സമയം നമ്മുടെ മനസ്സിൽ ഒരു സന്തോഷമുണ്ടാകുന്നു എന്നുള്ളതൊരു സത്യമാണ്. നമ്മളൊരു നല്ല മൂഡിലേക്ക്, ഒരു എക്സൈറ്റഡ് മൂഡിലേക്ക് ഉയർത്തപ്പെടുന്നു. ഒരുപക്ഷെ ചിലർക്ക് ആ സിനിമ പൂർത്തിയായതിനു ശേഷവും കുറച്ച് സമയത്തേക്ക് അത് നിലനിന്നേക്കാം, ചിലർക്ക് ദിവസങ്ങളോളം തന്നെ നിലനിന്നേക്കാം. പക്ഷേ അതിനപ്പുറം ഈ സിനിമയ്ക്ക് അല്ലെങ്കിൽ ഈ കലയ്ക്ക് അയാളുടെ വ്യക്തി ജീവിതത്തിൽ, അയാളുടെ ദൈനംദിന ജീവിതത്തിൽ എന്തെങ്കിലും സ്വാധീനം ചെലുത്താൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഫ്ലുവൻസ് ചെലുത്താൻ സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് കടക്കുന്നതിനായിട്ട് അല്ലെങ്കിൽ കടക്കും മുമ്പ് ഞാനൊരു ചെറിയ കഥ പറയാം എന്ന് വിചാരിക്കുന്നു. ഒരു 2 മിനിറ്റിൽ തീരുന്ന ഒരു ചെറിയ കഥയല്ല, ഇത് ഒരു സംഭവമാണ്. ഇതൊരു കുട്ടിയുടെ കഥയാണ്. കൃത്യമായി പറഞ്ഞാൽ 1889 ഏപ്രിൽ 20 ഓസ്ട്രിയ എന്ന് പറയുന്ന, ഇപ്പോൾ നമ്മൾ ഓസ്ട്രിയ എന്ന് വിളിക്കുന്ന പ്രദേശത്ത് ജനിച്ച ഒരു കുട്ടി. ആ കുട്ടിക്ക് എന്താണ് ഇത്ര വലിയ പ്രത്യേകത? സാധാരണ കുട്ടിയുടെ ജനനമല്ലേ എന്ന് ചോദിച്ചേക്കാം. അതിൻ്റെ പ്രാധാന്യം, ആ കുട്ടിയുടെ പ്രാധാന്യം ഈ കഥയുടെ അവസാനം വെളിപ്പെടും. അപ്പോൾ ആ കുട്ടിയുടെ അച്ഛൻ വളരെ ക്രൂരനായ ഒരു വ്യക്തിയായിരുന്നു. ക്രൂരൻ എന്ന് പറയാമോ എന്നറിഞ്ഞുകൂടാ, കർക്കശ സ്വഭാവക്കാരനായിരുന്നു. ആ കർക്കശ സ്വഭാവമാണ് അദ്ദേഹത്തെ ക്രൂരതയിലേക്ക് നയിച്ചത്. കുട്ടിക്ക് ഒരു സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നില്ല. വളർന്നു വരുന്ന കുട്ടികൾക്ക് അവർക്ക് പലതരത്തിലുള്ള ക്രിയേറ്റിവിറ്റീസ് ഉണ്ടാവും. അതൊന്നും ആ അച്ഛൻ സമ്മതിച്ചിരുന്നില്ല. കുട്ടി എങ്ങനെ നടക്കണം, എന്ത് ചിന്തിക്കണം, എന്ത് കഴിക്കണം, എന്ത് ധരിക്കണം, ഇങ്ങനെയെല്ലാമുള്ള കാര്യങ്ങളിൽ അദ്ദേഹം അല്ലെങ്കിൽ കുട്ടിയുടെ അച്ഛൻ നിർബന്ധ ബുദ്ധി പിടിച്ചു. അച്ഛൻ്റെ രീതി അനുസരിച്ച് മാത്രമേ കുട്ടികൾക്ക് കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുമായിരുന്നുള്ളൂ. ഈ കുട്ടിയുടെ മറ്റൊരു പ്രത്യേകത, ഈ കുട്ടി ചിത്രകലയിൽ വളരെ വലിയ ഒരു അഭിവാഞ്ച പ്രകടിപ്പിച്ചിരുന്നു. വളരെ ചെറിയ കാലം തൊട്ട് തന്നെ, അല്ലെങ്കിൽ വളരെ ചെറിയ പ്രായം തൊട്ട് തന്നെ. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഇത്തരത്തിൽപ്പെട്ട ഒരു കുട്ടിയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ക്ലിൻറ്റ് എന്ന് പറയുന്ന കുട്ടി എറണാകുളം സ്വദേശിയായിരുന്നു. 2 വയസ്സിൽ ചിത്രകല, ഒരു പരിശീലനമില്ലാതെ ധാരാളം ചിത്രങ്ങൾ വരച്ചു കൂട്ടി. വളരെ കുറഞ്ഞ കാലമേ ജീവിച്ചിരുന്നുള്ളൂ. 8-9 വയസ്സെന്നാണ് എൻ്റെ ഓർമ്മ. ആ കുട്ടി നമ്മുടെ ഇടയിൽ നിന്നും പോവുകയാണ് ചെയ്തത്. അതിനിടയിൽ 10,000-ഓളം ചിത്രങ്ങൾ വരച്ചു കൂട്ടിയ അത്തരത്തിൽപ്പെട്ടൊരു പ്രതിഭയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഞാനിവിടെ നമ്മുടെ കഥാപാത്രത്തിൻ്റെ കാര്യത്തിൽ അത്രയും ഒന്നും പറയുന്നില്ല എങ്കിലും വളരെയധികം ചിത്രകലയിൽ അഭിവാഞ്ചയുള്ള ഒരു കുട്ടിയായിരുന്നു. കുട്ടി ചിത്രങ്ങൾ വരയ്ക്കുമായിരുന്നു. അങ്ങനെ വരയ്ക്കുന്നത് കുട്ടിയുടെ പിതാവിന് ഇഷ്ടമല്ലായിരുന്നു. കുട്ടി ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ പിതാവ് കുട്ടിയെ ശാസിക്കും. അങ്ങനെ ശാസിക്കുമ്പോൾ കുട്ടി കരയും. കുട്ടി കരയുമ്പോൾ പിതാവിന് ദേഷ്യം വരും. ദേഷ്യം വരുമ്പോൾ കുട്ടിയുടെ പിതാവ് കുട്ടിയെ മർദ്ദിക്കും. ഇത് ഒരു പതിവ് സംഭവമായി. കുട്ടിയുടെ അമ്മ ഒരു സാത്വിക പ്രകൃതിക്കാരിയായിരുന്നു. 6-7 വയസ്സോടുകൂടി കുട്ടിയുടെ അമ്മ അന്തരിച്ചു. അതോടുകൂടി കുട്ടിക്ക് ഒരാശ്രയമുണ്ടായിരുന്നത് നഷ്ടപ്പെട്ടു. അപ്പോഴും കുട്ടിയുടെ മനസ്സിലുള്ള ചിത്രകലയോടുള്ള ഈ അഭിവാഞ്ച ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. തരം കിട്ടുമ്പോഴൊക്കെ പിതാവിനെ ഒളിച്ചുകൊണ്ട് പോലും കുട്ടി ചിത്രങ്ങൾ വരയ്ക്കുമായിരുന്നു. എന്തായാലും ഈ വീട്ടിലെ അസഹ്യമായ സാഹചര്യങ്ങളിൽ നിന്നും രക്ഷപ്പെടാനായി കുട്ടി ഒരു തരത്തിൽ ഒരു ഒളിച്ചോട്ടം നടത്തുന്നു. കുട്ടി വീട്ടിൽ നിന്നും പോകുന്നു. കുട്ടി എത്തിപ്പെടുന്നത് ഒരു ജൂത സങ്കേതത്തിലാണ്. ജൂത സങ്കേതത്തിൽ കുട്ടി ചില പണികൾ, അന്ന് ഒരു പക്ഷേ ഒരു 7-8 അല്ലെങ്കിൽ 9 വയസ്സ് വരെ കുട്ടിക്ക് ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. ആ സമയത്ത് അവിടുത്തെ ജൂത സങ്കേതത്തിലെ ചില ജോലികളെന്ന് പറഞ്ഞാൽ കൂലിയില്ലാത്ത ജോലിയാണ്. നിലം തുടയ്ക്കുക, പാത്രങ്ങൾ കഴുകുക, ഭക്ഷണം മാത്രം കിട്ടും. ആ രീതിയിൽ ജീവിതം മുന്നോട്ട് നീക്കുന്നു. അവിടെയും കുട്ടി ഈ ചിത്രകലയെ മുറുകെ പിടിക്കുന്നു, അതിനോടുള്ള ആഗ്രഹം മുറുകെ പിടിക്കുന്നു. അവിടെ നിന്ന് രക്ഷപ്പെടുന്ന കുട്ടി വിയന്ന എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് വളരെ പ്രശസ്തമായ ഒരു ചിത്രകലാ സ്ഥാപനമുണ്ട്. ആ ചിത്രകലാ സ്ഥാപനത്തിൽ അഡ്മിഷനായിട്ട് അല്ലെങ്കിൽ പ്രവേശനം തേടുവാനായിട്ട് കുട്ടി ശ്രമിക്കുന്നു. പക്ഷേ 2 തവണ ശ്രമിച്ചെങ്കിലും കുട്ടി അതിൽ പരാജയപ്പെടുന്നു. അതിന് കാരണം ഒരു പക്ഷേ കുട്ടിയിലുണ്ടായിരുന്ന ഈ ശേഷികൾ
വളർത്തിയെടുക്കാൻ മാത്രമുള്ള ഒരു പരിശീലനം അല്ലെങ്കിൽ അത്തരത്തിൽപ്പെട്ട ഒരു അനുഭവം ആ കുട്ടിക്ക് ചെറുപ്പകാലത്ത് കിട്ടിയിരുന്നില്ല എന്നുള്ളതായിരിക്കാം. എന്തായാലും അവിടെ പരാജയപ്പെട്ടതോടുകൂടി ഈ കുട്ടിയുടെ വ്യക്തി ജീവിതത്തിൽ വളരെ വലിയ ഒരു മാറ്റം ഉണ്ടാവുകയാണ്. വ്യക്തി ജീവിതത്തിലുണ്ടാകുന്ന ആ മാറ്റം ഇതായിരുന്നു. കുട്ടി നിരാശനായി എന്ത് തൊഴിലും ലഭിച്ചാൽ ചെയ്യാം എന്നുള്ളൊരവസ്ഥയിലേക്ക് മാറി. അങ്ങനെ കുട്ടി അവസാനം പട്ടാളത്തിൽ ചേരുന്ന ഒരവസ്ഥയുണ്ടാവുന്നു. നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് പറയാറുണ്ടായിരുന്നു, പോക്കറ്റാൽ പോലീസിലും പാങ്ങറ്റാൽ പട്ടാളത്തിലും എന്ന്. അത് വളരെ പഴയ ഒരു ചൊല്ലാണ്. ഇപ്പോൾ കാര്യങ്ങൾക്കൊക്കെ വളരെ വ്യത്യാസമുണ്ടെങ്കിൽ പോലും കുട്ടി പട്ടാളത്തിലെത്തുന്നു. അതിനുശേഷം വളരെയധികം മാറ്റങ്ങളാണ് ഉണ്ടായത്. അവിടെ ഉയർന്ന റാങ്കിലെത്തുന്നു, പട്ടാളാധിപനാകുന്നു. ഇതാണ് ഈ കുട്ടിയുടെ കരിയറിൽ അവസാനം സംഭവിച്ചത്. ഇനി കുട്ടി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നമുക്ക് ഈ കുട്ടിയുടെ യഥാർത്ഥ പേര് ഇനി ഇവിടെ വെളിപ്പെടുത്തിയേ മതിയാവൂ. ഈ കുട്ടിയുടെ യഥാർത്ഥ പേര് ഹിറ്റ്ലർ. സുപ്രസിദ്ധൻ എന്ന് പറഞ്ഞുകൂടാ, കുപ്രസിദ്ധൻ. മുഴുവൻ പേര് അഡോൾഫ് ഹിറ്റ്ലർ. നമ്മൾ ആദ്യം പറഞ്ഞ ചോദ്യത്തിന് അല്ലെങ്കിൽ ആദ്യം ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ ഈ പറഞ്ഞ കഥയിൽ അടങ്ങിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അതായത് നമുക്കറിയാം, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കലയ്ക്കും സാഹിത്യത്തിനുമൊക്കെ വളരെ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയും. അത് സാർവത്രികമായിട്ട് എല്ലാവരിലും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ചില വ്യക്തികളിൽ അത് ചെലുത്താൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരുപക്ഷെ ഈ ഹിറ്റ്ലറുടെ ബാല്യകാലത്ത് ഹിറ്റ്ലർക്ക് ചിത്രകലയിൽ ലഭിച്ചിരുന്ന ഈ ലഭിക്കാതിരുന്ന പ്രോത്സാഹനം അത് ലഭിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു സംഭവഗതി പുതുതായിട്ട് ഉണ്ടാകുമായിരുന്നു. ഒരുപക്ഷെ ഹിറ്റ്ലർ എന്ന കൊടുംക്രൂരനായ അല്ലെങ്കിൽ ഒരു സേനാധിപതി അല്ലെങ്കിൽ ഒരു ഭരണാധികാരി ഉണ്ടാകുമായിരുന്നില്ല. അദ്ദേഹം ഒരുപക്ഷെ വലിയൊരു ചിത്രകാരനായി മാറിയേനെയും. ഇതൊക്കെ ഒരു പോസിബിലിറ്റി മാത്രമാണ്. അത് അങ്ങനെ ഉണ്ടാവണമെന്നില്ല, ഒരു ഹൈപ്പോത്തസിസ് മാത്രമാണ്. എങ്കിൽ പോലും അതിനെ നമുക്ക് അവഗണിച്ചുകൂടാ. നമ്മുടെ പുതിയ കാലത്ത് നമുക്കറിയാം, പേരൻറ്റിങ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രണ്ട് പേര് വിവാഹിതരാകുന്നു, അവർക്ക് കുട്ടികളുണ്ടാകുന്നു. അത് സ്വാഭാവികം, അതിന് പ്രത്യേക പ്രയത്നമൊന്നും ആവശ്യമില്ല. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന സ്വാഭാവികമായ ഒരു കാര്യമാണത്. പക്ഷേ അവർക്ക് കുട്ടികളുണ്ടായി കഴിയുമ്പോൾ ആ കുട്ടികളെ വളർത്തിയെടുക്കുക എന്ന് പറയുന്നത് പേരൻറ്റിങ്, അതിന് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഒരു പേരൻറ്റിങ്ങിൽ ഇത്തരത്തിൽ ഞാൻ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുട്ടി ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, നമുക്കൊരു ധാരണയുണ്ട്, കല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിനിമയാണ്, അത് നാടകമാണ്, അത് സംഗീതമാണ്, അങ്ങനെ വലിയൊരു ക്യാൻവാസിലുണ്ടാകുന്നതാണ് കല എന്ന് നമുക്കൊരു ധാരണയുണ്ട്. പക്ഷേ കലയെന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് കുറച്ചുകൂടെ ചെറിയൊരു ക്യാൻവാസിലേക്ക് ചുരുക്കി കാണേണ്ടിയിരിക്കുന്നു. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന എന്ത് കാര്യവും ഒരു കലയാണ്. അത് കുട്ടിയെ സംബന്ധിച്ച് മാത്രമല്ല, മുതിർന്നവരെ സംബന്ധിച്ചും അതങ്ങനെ തന്നെയാണ്. എനിക്ക് ഒരു സ്ത്രീയെ അറിയാം. ആ സ്ത്രീയുടെ ഏറ്റവും വലിയ പാഷൻ എന്ന് പറയുന്നത് ബട്ടൺസുകൾ തുന്നുക എന്നുള്ളതാണ്. ചെറിയ ബട്ടൺസുകൾ, അതായത് നമ്മുടെ വീടുകളിലൊക്കെ ബട്ടൺസുകൾ നഷ്ടപ്പെട്ട ഉടുപ്പുകളുണ്ടെങ്കിൽ ആ ബട്ടൺസുകൾ പിടിപ്പിക്കുക എന്നുള്ളത് ആ സ്ത്രീയുടെ ഒരു പാഷനാണ്. വീട്ടിൽ എത്ര പ്രാധാന്യമുള്ള മറ്റേത് ജോലി കിടന്നാലും ഈ സ്ത്രീ അതിലേക്ക് തിരിയും. അപ്പോൾ അതൊരു കലയാണ്. ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അതൊരു കലയാണ്. ആ കല ആ സ്ത്രീയിൽ ഒരു സന്തോഷം ജനിപ്പിക്കുന്നു, ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കുന്നു. അത് മറ്റ് കാര്യങ്ങളിലും ആ സ്ത്രീയെ സഹായിക്കുന്നു. കുട്ടികളുടെ കാര്യവും ഇതുതന്നെയാണ്. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുട്ടികളെ അവരുടെ നല്ല ഇഷ്ടങ്ങൾക്ക് വേണ്ടി വിടുക, സ്വതന്ത്രമായി വിടുക. നല്ല ഇഷ്ടങ്ങൾ അവരുടെ മനസ്സിനെ പരിപോഷിപ്പിക്കട്ടെ. നല്ല ഇഷ്ടങ്ങൾ ചെയ്യുക വഴി അവരുടെ വ്യക്തിവികാസം നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറം വികസിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല, കല മനുഷ്യനെ സംസ്കരിക്കും എന്ന ആ പഴയ വിശ്വാസത്തിന് കൂടുതൽ ഊന്നൽ നൽകാൻ ഈ ഒരു കാര്യം സഹായിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം.